കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നേന്ത്രപ്പഴം പായസമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതായത് കായ്ക്കറി. നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ ഇതിന് കായ്ക്കറി എന്നാണ് പറയുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന കായ്ക്കറിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ ഇന്നൊരു ഈസി മെത്തേഡിൽ വളരെ ചെറിയ സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കായ്ക്കറിയേക്കാളും അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു കായ്ക്കറി 4 അല്ലെങ്കിൽ 5 ആളുകൾക്കാണ് കേട്ടോ മാക്സിമം കഴിക്കാൻ പറ്റുന്നത്. ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. അരിപ്പൊടിയേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയാണ് വേണ്ടതെങ്കിൽ അത് എടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ, ഞാൻ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവാൻ നിൽക്കണ്ട. നമ്മൾ പഴം വറുക്കുന്ന സമയത്ത് അത് ഒന്നുകൂടി അതിൻ്റെ കൂടെ അങ്ങ് ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ചേർത്തിട്ട് അത് നല്ലതുപോലെ അങ്ങ് വാട്ടിയെടുക്കണം കേട്ടോ. ഈ നെയ്യിൽ കിടന്നിട്ട് ഇതിങ്ങനെ നല്ല കണ്ടില്ലേ, ഇത്രയും ഈ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒരു 3-4 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും സമയം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഈ 1/2 കപ്പ് എന്ന് പറയുന്നത് ഒരു പാകത്തിനുള്ളൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര നല്ലതുപോലെ ഇതിലങ്ങ് വിളഞ്ഞ് കിട്ടണം. പഞ്ചസാര ഒന്ന് വിളഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 2 കപ്പ് പശുവിൻ പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു പായസം പശുവിൻ പാലിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ഇതുപോലുള്ള പായസങ്ങളിൽ ഒരു 2 നുള്ളു ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഉപ്പ് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറും പാൽപ്പൊടിയും ചേർന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇത് തിക്കാവാൻ വേണ്ടിയിട്ടും പിന്നെ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് അതും പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം നമുക്ക് എന്തുമാത്രം തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളക്കുമ്പോഴേക്കും നമ്മുടെ പായസം ഇത് നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ പായസം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കായ്ക്കറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ പിടിയൊക്കെ ചേർക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതും സിമ്പിളാണ് കേട്ടോ. വലിയ ജോലിയൊന്നുമില്ല കായ്ക്കറി ഉണ്ടാക്കാൻ. എന്നാലും അതിനേക്കാളും എളുപ്പം പിന്നെ അതിനേക്കാളും ടേസ്റ്റുമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നേന്ത്രപ്പഴം പായസം അല്ലെങ്കിൽ കായ്ക്കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്